പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 18-ാം ദിവസം. എസ്തേറിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് അധ്യായം 14, 1, 3, 18, 19 തിരുവചനങ്ങൾ. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കലേക്ക് ഓടി. അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അബ്രഹാത്തിൻ്റെ ദൈവമായ കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, അഹസ്വേരോസ് രാജാവിൻ്റെയും ഹാമാൻ്റെയും കിരാത ഭരണത്തിൽ നിന്നും ദൈവജനത്തെ മോചിപ്പിക്കുവാൻ ദൈവം നിയോഗിച്ച് അയച്ചത് എസ്തേർ എന്ന വനിതയെ ആയിരുന്നു. ദൈവത്തിലുള്ള തികഞ്ഞ ഭക്തിയും ഉറച്ച വിശ്വാസവും മനോധൈര്യവും കൈമുതലാക്കിക്കൊണ്ട് ധീരോദാത്തമായ വിജയം കൈവരിച്ച മഹത്വ വനിതയായിരുന്നു എസ്തേർ. ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യ മഹത്വത്തിന് മുകളിലായിരിക്കണം എന്ന് ഇസ്രായേൽ ജനതയെ പഠിപ്പിക്കുന്ന ധീരവനിതയാണ് എസ്തേർ. ശത്രുപാളയത്തിലേക്ക് മനോധൈര്യത്തോടെ നടന്നു നീങ്ങുന്ന എസ്തേറിനെ ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനാവും. അന്തിമ വിജയം കർത്താവിൻ്റെതാണെന്ന് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ജീവൻ പോലും തൃണവൽഗണിച്ച് ദൈവമഹത്വം അന്വേഷിക്കുന്ന എസ്തേർ നമ്മുടെ മുൻപിൽ ജ്വലിക്കുന്ന മാതൃകയാണ്. ഈ പുണ്യ വനിതയെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ പർവ്വതങ്ങളെ വിശ്വാസത്തിൻ്റെ കടുകുമണി കൊണ്ട് ധൂളിയാക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ഈ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കും. മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുമരത്തിൽ ദുഷ്ടനായ ഹാമാൻ തൂക്കപ്പെടുകയും ദൈവജനം മഹത്വപ്പെടുകയും ചെയ്യുന്ന അസുലഭമായ അനുഭവമാണ് ഈ ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെടുക. ആകയാൽ എസ്തേറിൻ്റെ തീക്ഷ്ണത കടം കൊണ്ട്, എസ്തേറിൻ്റെ പ്രാർത്ഥന പ്രചോദനമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ ദൈവമേ, അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന അങ്ങേ മക്കൾ ലജ്ജിതരാകാൻ അങ്ങ് ഇടയാക്കുന്നില്ലല്ലോ. പർവ്വതങ്ങൾ പോലെ പ്രതിസന്ധികൾ മുന്നിലെത്തുമ്പോഴും അങ്ങിൽ ശരണം വച്ചിരിക്കുന്നവരുടെ ഗതി എപ്പോഴും വിജയത്തിലേക്ക് ആയിരിക്കുമെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ ഇടയാക്കല്ലേ. അങ്ങയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും ലംഘിക്കാതിരിക്കാൻ അങ്ങ് ഇടയാകണമേ. അങ്ങയുടെ മഹത്വം മനുഷ്യരുടെ മുൻപിൽ താന്നു പോകാൻ ഒരിക്കലും ഇടയാക്കരുതേ. അങ്ങയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുവാൻ വിശുദ്ധ ജനമായി ഞങ്ങളെ ഉയർത്തണമേ. അങ്ങനെ ഉന്നതങ്ങളിൽ ഓശാന ഗീതം പാടി അങ്ങയെ പ്രകീർത്തിക്കുന്ന വിശുദ്ധ ദൂതഗണത്തോട് ചേർന്ന് ഭൂമിയിൽ അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ വിശ്വസ്ത ഉപകരണങ്ങളായി ഞങ്ങളെ ഉയർത്തണമേ. അങ്ങനെ സ്വർഗത്തിലെ അനുഗ്രഹ സ്വാന്തനം ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹ സാന്ത്വനമായി മാറുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.